ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹോസ്പിറ്റലിൽ നിന്നും നിത്യ സിസ്റ്റർ അവന്തികയെ വിളിച്ചു. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയുന്നു. അബദ്ധമോ? എന്തബദ്ധം എന്ന് അവന്തിക ചോദിച്ചപ്പോൾ അവിടെയുണ്ടായ കാര്യങ്ങൾ ഇപ്പോൾ സിസ്റ്റർ അവന്തികയോട് പറയുന്നുണ്ട്. അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. എനിക്ക് ആ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് നിത്യ സിസ്റ്റർ പറയുമ്പോൾ ഞെട്ടലോടെയും ദേഷ്യത്തോടെയും നിൽക്കുകയാണ് അവന്തിക. സോറി മാഡം എന്ന് പറഞ്ഞ് നിത്യ ഫോൺ വെച്ചു. നിരാശയോടെ കയ്യിലിരുന്ന ചായക്കപ്പ് എറിഞ്ഞു പൊട്ടിക്കുകയാണ് അവന്തിക. ഇതേസമയം ആതിരെ ഹോസ്പിറ്റലിൽ കയറ്റിയിരിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിരിക്കുന്നു. തൊട്ടു മുന്നിൽ എല്ലാവരും തന്നെ വളരെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. സച്ചിയും അർച്ചനയും സന്ദീപും കമലയും മാഷും മീരയും ഒക്കെയുണ്ട്. അർച്ചനയുടെ കയ്യിൽ ഇപ്പോഴും ആ ഒരു മരുന്നിരിപ്പുണ്ട്. ആതിരയുടെ ഡെലിവറി നടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്ന് നന്ദനും സന്ധ്യയും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സന്ധ്യ വീട്ടിലാക്കാനാണ് നന്ദൻ പോകുന്നത്. വീട്ടിൽ ചെന്നാൽ സഹായത്തിന് ആരുണ്ട് എന്നൊക്കെ നന്ദൻ ചോദിക്കുന്നുണ്ട്. സഹായത്തിന് ആരും വേണമെന്നില്ല, ഇപ്പോൾ അസുഖം ഭേദമായില്ലേ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ മതി എന്ന് സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് മതിയെന്ന് ഇപ്പോൾ തോന്നും. പെട്ടെന്നൊരു വയ്യായ്ക വരുമ്പോഴാണ് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നത്. എന്താ നന്ദനെ, എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് കൂട്ടിരിക്കാനുള്ള ഉദ്ദേശം വല്ലതും ഉണ്ടോ എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ നന്ദൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചാൽ ആഗ്രഹമുണ്ട്. സാധാരണ ഈ നടക്കാത്ത കാര്യങ്ങൾ ഈ ആഗ്രഹങ്ങൾ എന്നൊക്കെയല്ലേ പറയുന്നത്. ചിലത് നടക്കാറുണ്ട് കേട്ടോ. നമ്മൾ അത്രമാത്രം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. ഞാൻ അങ്ങനെയാ കേട്ടിട്ടുള്ളത് എന്നൊക്കെ സന്ധ്യ പറയുന്നു. അതാണ് എൻ്റെയും പ്രതീക്ഷ. എല്ലാം ഒന്ന് ശരിയായിട്ട് വേണം എവിടേക്കെങ്കിലും ഒരു യാത്ര പോകാൻ എന്ന് നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നു, എല്ലാം ശരിയായിട്ട് എന്ന് വെച്ചാൽ നന്ദൻ ഒന്ന് യാത്ര പോകുന്നതിന് എന്താണ് ഇനി ശരിയാകാൻ? ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, കൂടെ വരേണ്ട ആള് ഇതുവരെ അതിന് അനുവാദം തന്നിട്ടില്ല, അതാണ് ശരിയായിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് എന്ന് നന്ദൻ പറയുമ്പോൾ സന്ധ്യ ചോദിക്കുന്നുണ്ട്, എങ്കിൽ അയാളോട് തുറന്ന് ചോദിച്ചൂടെ ഒപ്പം വരുമോ എന്ന്? ചോദിക്കണമെന്നുണ്ട്, പക്ഷേ പേടിയാണ്. ചില സമയത്ത് ധൈര്യം സംഭരിച്ച് അയാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ആളിപ്പോഴും മനസ്സിലാകാത്ത രീതിയിലാണ് പെരുമാറുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അയാൾ സമ്മതിക്കും. അന്ന് ഞാൻ അയാളെയും കൊണ്ട് ഒരു യാത്ര പോവുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ നന്ദൻ പറയുന്നു. അയാൾ സമ്മതിക്കുന്ന എന്താ ഇത്ര ഉറപ്പ് എന്ന് സന്ധ്യ പറയുമ്പോൾ എൻ്റെ സ്നേഹത്തിന് അധിക നാൾ അയാൾക്ക് ഒളിച്ചോടാൻ സാധിക്കില്ല എന്ന് നന്ദൻ പറയുന്നു. എത്ര കണ്ടില്ല എന്ന് നടിച്ചാലും ഒരു ദിവസം അംഗീകരിച്ചല്ലേ പറ്റൂ എന്നെയും എൻ്റെ ഇഷ്ടത്തെയും. ആ സമയത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ കാത്തിരിക്കുന്നത് എന്നൊക്കെ നന്ദൻ. ഞാനും പ്രാർത്ഥിക്കാം തൻ്റെ ആഗ്രഹം നടക്കാൻ. അല്ല, യാത്ര പോകുന്നു എന്ന് പറഞ്ഞതല്ലാതെ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. വെറുതെ പറയ്, ഞാനൊന്നും കേട്ടിരിക്കാം എന്നൊക്കെ സന്ധ്യ. കാനഡയിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് നന്ദൻ പറയുമ്പോൾ സന്ധ്യ ചോദിക്കുന്നുണ്ട്, അതെന്താ കാനഡ സെലക്ട് ചെയ്യണമെന്നൊരാഗ്രഹം? എന്തോ എനിക്ക് ഇഷ്ടമാണ് അവിടെ. സ്നേഹിക്കുന്ന ആളോടൊപ്പം എനിക്ക് അവിടെ ഒന്ന് പോകണം. അവിടുത്തെ സീൻ ടവറിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് എനിക്ക് അയാളോട് സംസാരിക്കണം, അവിടുത്തെ കാഴ്ചകൾ കാണണം എന്നൊക്കെ നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നു, വല്ലാത്ത ആഗ്രഹം തന്നെ. എനിവേ, അത് നടക്കാൻ ഞാനും പ്രാർത്ഥിക്കാം. ഈശ്വരൻ കേൾക്കുമോ എന്ന് നോക്കട്ടെ. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ യാത്ര പോവുകയായിരുന്നു. ഈ സമയം ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ നിന്ന് ആ മരുന്നുമായി അല്പം മാറി നിൽക്കുകയാണ് അർച്ചന. എന്നിട്ട് മൊബൈലിൽ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് ആ മരുന്നിന്റെ. ആ മരുന്ന് അയച്ചു കൊടുത്തിരിക്കുന്നത് സന്ധ്യയ്ക്കാണ്. എന്നിട്ട് സന്ധ്യ ഫോൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അർച്ചന. ഡോക്ടർ, ഞാനൊരു മരുന്നിന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്, അത് എന്തിനുള്ളതാണെന്നൊന്ന് പറയാമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സന്ധ്യ പറയുന്നു, ഞാനൊന്ന് നോക്കട്ടെ എന്നിട്ട് തിരിച്ചു വിളിക്കാമെന്ന്. ആ മരുന്ന് നോക്കുകയാണ് സന്ധ്യ. അയച്ചിരിക്കുന്ന മരുന്ന് വളരെ ക്രിട്ടിക്കലായ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതാണ്. അതായത് മാസം തികയാതെ വയറ്റിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മരിച്ചാൽ നോർമൽ ഡെലിവറിയിലൂടെ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കാൻ കൊടുക്കുന്ന ഒരു മരുന്നാണിത്. വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ജീവൻ ഉണ്ടെങ്കിൽ ആ കുട്ടി മരിച്ചു പോവുകയും ചെയ്യും. പോയിസൺ കണ്ടന്റ് കൂടുതലുള്ള മരുന്നാണ് അത് എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ അത് കേട്ട് അർച്ചന ഞെട്ടി നിൽക്കുന്നു. ആരും അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല എന്ന് പറയുമ്പോൾ അർച്ചന ഫോൺ വെച്ചു. ഇതേ സമയം തന്നെ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു. അങ്ങനെ ആതിര പ്രസവിച്ചിരിക്കുന്നു. ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. കുഞ്ഞുമായി സിസ്റ്റർ അവിടേക്ക് വന്നു. ആതിര പ്രസവിച്ചു. പെൺകുഞ്ഞാണ്. സച്ചേട്ട എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അർച്ചന നിൽക്കുന്നു. കുഞ്ഞിനെ ഇപ്പോൾ അർച്ചന തന്നെയാണ് സിസ്റ്ററിന്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയിരിക്കുന്നത്. സന്തോഷത്തോടെ അർച്ചനയും കുഞ്ഞിനെ ചുംബനം കൊടുക്കുന്നുണ്ട്. അർച്ചന കുഞ്ഞുമായി ഇങ്ങനെ നടക്കുന്നത് സച്ചി വളരെ സങ്കടത്തോടെ നോക്കുന്നുണ്ട്. കമലയും സങ്കടത്തോടെ നോക്കുന്നു. അതേ സങ്കടം മാഷിനുമുണ്ട്. സന്ദീപും ഒരു വല്ലാത്ത സന്തോഷത്തോടെ നിൽക്കുകയാണ്. സിസ്റ്റർ അവിടേക്ക് വന്ന് കുഞ്ഞിനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അർച്ചന ഒരു ചുംബനവും കൂടി കൊടുത്തിട്ട് കുഞ്ഞിനെ സിസ്റ്ററിന്റെ കയ്യിലേക്ക് കൊടുത്തു.
പിന്നീട് കാണിക്കുന്നത് ധനുഷിനെ കാണാൻ ഇപ്പോൾ ജയിലിൽ എത്തിയിരിക്കുകയാണ് അവന്തിക. പോലീസ് ധനുഷിനെ അവിടേക്ക് കൊണ്ടുവന്നു. ധനുഷും അവന്തികയും സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവന്തിക ധനുഷ് ദേഷ്യത്തോടെയാണ് അവന്തികയെ നോക്കുന്നത്. നിന്റെ നിപ്പ് കണ്ടാൽ തോന്നൂല്ലോ ഞാനാണ് നിന്നെ ഇവിടേക്ക് പിടിച്ചിട്ടതെന്ന്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വന്ന കാര്യം നടത്തിയിട്ട് വേഗം തിരിച്ചു പോകാമെന്ന്. അപ്പോൾ നിനക്ക് കല്യാണം കഴിക്കണം. ആ തീരുമാനം നിന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത് എന്നെ അവന്തിക പറയുമ്പോൾ ധനുഷ് ചോദിക്കുന്നു, ഞാനും ബിജുവും ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോ നീ എടുത്തത് എന്തിനായിരുന്നോ? ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അവന്തിക. ഞാനൊന്നുമല്ല ഞാൻ ഇതിനെ എടുക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ എന്തൊക്കെ വീഡിയോ ഞാൻ എടുക്കണമായിരുന്നോ? അപ്പോൾ നിനക്ക് കാര്യം ഇതുവരെ മനസ്സിലായില്ല അല്ലേ? നമ്മുടെ പുറകെ അർച്ചന ആരെയോ ചുമതലപ്പെടുത്തിയിരുന്നു. അല്ലെങ്കിൽ അർച്ചന എങ്ങനെ കൃത്യമായി ആ സമയത്ത് ആ സ്ഥലത്ത് വന്ന് സച്ചിയെ രക്ഷിച്ചു? ഇതൊക്കെ ഇനിയും നിനക്ക് ഞാൻ പറഞ്ഞു തരണോ? അവളാണ് എല്ലാത്തിനും കാരണക്കാരി, ആ അർച്ചന. അവളെ കൊന്നിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നത് എങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. ഓരോന്നും എണ്ണം പറഞ്ഞ് അവൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അനുജത്തി പ്രസവിച്ചു. അവൾ പ്രസവിച്ചിട്ടത് നെല്ലിശ്ശേരിയിലെ മുഴുവൻ സ്വത്തിൻ്റെയും അവകാശിയാണ്. ഞാനും നീയും അനുഭവിക്കേണ്ടിയിരുന്ന സമ്പത്ത് അത്രയും ഇനി ആ കുട്ടിക്കും കൂടി അവകാശപ്പെട്ടതായി മാറും. അതിനു മുമ്പ് എന്താണെന്ന് വെച്ചാൽ ഇനി ആലോചിച്ച് തീർക്കണം. അതിന് നീ പുറത്തിറങ്ങണം. 14 ദിവസത്തെ റിമാൻഡ്. അത് കഴിഞ്ഞ് കോടതിയിൽ കേസ് വിളിക്കുമ്പോൾ ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല അഡ്വക്കേറ്റ് നിനക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകും. അതുവരെ ഇവിടെ വെറുതെ ഇരുന്നാൽ പോരാ, ഇനി എന്ത് വേണമെന്ന് ആലോചിക്ക്. 14 രാവും പകലും നിന്റെ ജീവിതത്തിലെ കാരാഗ്രഹവാസം ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ 15-ാം നാൾ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ധനുഷ് പറയുന്നു, ഇവിടെ ഇരുന്ന് ആലോചിക്കാൻ മാത്രമല്ല 1-2 പേരെ മുഖാമുഖം കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൽ ആദ്യത്തെ ആൾ നിന്റെ ഭർത്താവ് നന്ദനാണ്. അവനെ ഇവിടെ വിളിച്ചു വരുത്തി എനിക്ക് കാണണം. ഞാൻ പുറത്തു ഇറങ്ങുമ്പോൾ നിന്നോടൊപ്പം അവനും വേണം എന്നെ സ്വീകരിക്കാൻ. ഇത് കേട്ട് അവന്തിക പറയുന്നു, നന്ദനെ എന്ത് പറഞ്ഞ് നീ കൺവിൻസ് ചെയ്യും? നിന്റെ പേര് മുതൽ കംപ്ലീറ്റ് വ്യാജമാണെന്ന് അന്ന് അർച്ചന വിളിച്ചു പറഞ്ഞത് എല്ലാവരും കേട്ടതല്ലേ? ഇനി എന്ത് പറയാനാ പോകുന്നത്? അബദ്ധം പറ്റിയതാണെന്നോ? അച്ഛനെയും അമ്മയും വാടകയ്ക്ക് എടുത്ത് ഒരു കുടുംബത്തെയും പറ്റിച്ച് വിവാഹം നടത്താൻ തീരുമാനിച്ചതാണോ അബദ്ധം എന്ന് നന്ദൻ തിരിച്ചു ചോദിച്ചാൽ നീ എന്തുത്തരം പറയും? ഇപ്പോഴും അവിടെ ആരുടെയും കലി അടങ്ങിയിട്ടില്ല. പിന്നെ ഇടയിൽ ഈ കമ്പിവല ഉള്ളത് കൊണ്ട് അവിടെ ആരെങ്കിലും വന്നാലും പിന്നെ അന്നത്തെ പോലെ നിന്നെ ആരും തല്ലില്ല. അതാണ് ഏക ആശ്വാസം. ധനുഷ് പറയുന്നു, ഞാൻ പറയുന്നത് നീ ആദ്യം ചെയ്യ്, പിന്നെ എന്ത് വേണമെന്ന് തീരുമാനിക്കാം. അവന്തിക പറയുന്നു, ഞാൻ പോയി നന്ദനോട് പറയണോ നിന്നെ ഇവിടെ വന്ന് കാണാൻ? അതിലും ഭേദം നമ്മുടെ ബന്ധം തുറന്ന് പറയുന്നതായിരിക്കും. ധനുഷ് പറയുന്നു, നീ പറയണ്ട, ആരെങ്കിലും കൊണ്ട് പറയിച്ചാൽ മതി. എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് താല്പര്യം പറഞ്ഞ് എൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും നന്ദൻ്റെ അടുത്ത് എത്തിച്ച് കാര്യം പറഞ്ഞാൽ മതി. നന്ദൻ ഇവിടം വരെ ഒന്ന് വന്നാൽ ബാക്കി എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം. നന്ദൻ ഇപ്പോഴും അർച്ചനയിൽ നിന്നും ആ കുടുംബത്തിൽ നിന്നും അകറ്റി നിർത്തണം. നീ അവനെ വർഷങ്ങളോളം പൂട്ടിയിട്ടു എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ ബുദ്ധി നമുക്ക് അളക്കാവുന്നതല്ലേ ഉള്ളൂ. അത്രയും കഷ്ടപ്പെടുത്തിയ നിന്നോട് അവൻ ക്ഷമിക്കുകയും ചെയ്തു. തലയിൽ ആള് താമസമില്ലെന്ന് ബോധ്യപ്പെടാൻ മറ്റെന്തെങ്കിലും വേണോ? അവനെ എന്തെങ്കിലും നേരിട്ട് കാണുമ്പോൾ പറയാൻ വൈകാരികമായ ചില പദപ്രയോഗങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്നോടുള്ള വെറുപ്പും ദേഷ്യവുമായിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമോ എന്ന സംശയം അവൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്നിടത്ത് നിന്ന് ഈ ഷാഹിർ മുഹമ്മദ് വീണ്ടും കളി തുടങ്ങും. ഇത്രയും നാള് സ്നേഹത്തെ മുൻനിർത്തിയാണ് കളിച്ചതെങ്കിൽ ഇനി കളിക്കുന്നത് ചതിയിലൂടെയാണ്. ആർക്കും മനസ്സിലാകാത്ത ചതിയിലൂടെ എന്നൊക്കെ ഇപ്പോൾ ധനുഷ് പറയുകയാണ് അവന്തികയോട്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ എല്ലാവരും സന്തോഷത്തിലാണ്. അർച്ചനയുടെ കയ്യിലാണ് കുഞ്ഞ്. ആതിരയും തൊട്ടരികിൽ തന്നെയുണ്ട്. ദേ ചേച്ചി, ഈ പെണ്ണിനെ ഇങ്ങനെ എപ്പോഴും എടുത്തോണ്ടിരുന്നാലേ അവൾക്കത് ശീലമാവും കേട്ടോ. പിന്നെ വേറെ ഒരിടത്തും അവളെ കിടത്താൻ പറ്റില്ല എന്നൊക്കെ ആതിര പറയുന്നു. ശീലമാക്കിക്കോട്ടെ എൻ്റെ പൊന്നിനെ, ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്തോണ്ടിരിക്കും അല്ലേടി പൊന്നെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുഞ്ഞിനെ കൊഞ്ചിക്കുകയാണ് അർച്ചന. നീ വല്യമ്മയുടെ മാത്രം മോളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെങ്ങനെ ശരിയാകുമെന്ന് പറഞ്ഞ് അവന്തികയും അവിടേക്ക് വന്നു. അവന്തിക കുഞ്ഞിനെ കുറച്ച് ടോയ്സും കുഞ്ഞുടുപ്പും ഒക്കെ ആയിട്ടാണ് വന്നത്. മൂത്ത വല്യമ്മ ഞാനല്ലേ എന്ന് അവന്തിക പറയുന്നുണ്ട്. അർച്ചനെ കുഞ്ഞു വല്യമ്മ എന്ന് വിളിക്കുന്നെങ്കിൽ മൂത്തുമാറിനെ എന്നെ വിളിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവന്തിക കുഞ്ഞിനെ എടുത്തിരിക്കുന്നു. ടെൻഷനോടെ ഇരിക്കുകയാണ് അർച്ചന. സന്ദീപിന്റെ അതേ മൂക്കും കണ്ണും ഒക്കെ. ഡീ, നിനക്കെന്നെ മനസ്സിലായോ? ഞാൻ നിന്റെ മൂത്തമ്മയാണ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ അതേ സ്ഥാനമുള്ള മറ്റൊരമ്മ എന്നൊക്കെ അവന്തിക പറയുന്നു. ബന്ധുക്കൾ ആരെങ്കിലും വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആതിര പറയുന്നു, കുറച്ചുപേര് വന്നിരുന്നു. അങ്ങനെ തോന്നുന്നവരുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കണ്ട കേട്ടോ. ഇപ്പോൾ ഉള്ള രോഗങ്ങളെക്കുറിച്ച് അറിയാമല്ലോ. എപ്പോഴാണ് അസുഖം പിടിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അത് നമ്മൾ ഒരുപാട് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ്. നല്ല പോലെ വളർത്തുകയും നോക്കുകയും ഒക്കെ വേണം അല്ലേടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കുഞ്ഞിനോട് അവന്തിക. ഇതൊക്കെ പറയുമ്പോഴും അർച്ചന ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.